താകീതുകാരൻ, അല്ലാഹുവിന്റെ പ്രവാചകൻ മുന്നറിയിപ്പുകാരനായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് മുന്നറിയിപ്പുകൾ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് ഒരുപാട് മുന്നറിയിപ്പുകളെ കുറിച്ച്, ഒരുപാട് താകീതുകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുന്നു. 12 താകീതുകളാണ് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ 114 സൂക്തങ്ങൾ ഞാനും നിങ്ങളും ഓതി നോക്കുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, 6666 ആയത്തുകള് ഞാനും നിങ്ങളും ഓതി നോക്കുമ്പോ അതിനകത്ത് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് തരുന്ന താകീതുകൾ 12 എണ്ണമാണ്. 12 താകീതുകളാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുന്നത്. നിസാരമായി തള്ളിക്കളയല്ലേ, നിസാരമായി തള്ളിക്കളയല്ലേ. എന്റെ പ്രിയമുള്ളവരെ, ആഖിബത്ത് പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഈ പറയുന്ന താകീതുകൾ. നമ്മൾ നിസാരമായി തള്ളിക്കളഞ്ഞാൽ നമ്മുടെ അവസാനം വല്ലാതെ മോശമാവുകയാണ്. അവസാനം റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിന്റെ കുണ്ടാരത്തിൽ കടന്നു ഞാനും നിങ്ങളും ഉരുകേണ്ടി വരുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന ഒന്നാമത്തെ താകീത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തന്ന ഒന്നാമത്തെ താകീത് ഏതാ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറഞ്ഞു തരുന്ന താകീത് ഏതെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവര്, നിങ്ങൾ അല്ലാഹുവിനെ പങ്കു ചേർക്കല്ലേ. നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അല്ലാഹുവിനോട് പങ്കു ചേർക്കാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആൻ നമുക്ക് താകീത് നൽകുമ്പോൾ പാതിരാത്രി ഒരുമിച്ച് കൂടി എന്റെ പ്രിയമുള്ളവരെ ചിന്തിക്കും, ഉസ്താദ് എന്തിനാണ് ഈ മുസ്ലിമീങ്ങളായ അല്ലാഹുവിനെ വിശ്വസിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്റുകൾ പറയുന്ന, സ്വലാത്തുകൾ പറയുന്ന, സൽക്കർമ്മം ചെയ്യുന്ന അല്ലാഹുവേ, ഞങ്ങളോട് എന്തിനാണ് പടച്ചവനെ പങ്കു ചേർക്കാൻ പാടില്ല, റബ്ബിനോട് ശിർക്ക് ചെയ്യാൻ പാടില്ലെന്ന് എന്തിനാ പറഞ്ഞു തരുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാ. എന്റെ പ്രിയമുള്ളവരെ, ഏതാ ഉസ്താദന്മാരിപ്പുണ്ടല്ലോ. എല്ലാ ഉസ്താദന്മാരും ഇൽമു പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, പഠിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹദീസിന്റെ കിതാബുകൾ ബുഖാരിയും മുസ്ലിമും എന്റെ പ്രിയമുള്ളവരെ മിസ്കാത്തുമെല്ലാം പഠിക്കാൻ തുടങ്ങുമ്പോ ഒന്നാമതായി പഠിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ശദീദു ബയാദി സിയാബ്. ഒന്നാമതായി പഠിക്കുന്ന ഹദീസ് ഏതെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാരും ഇരിക്കുമ്പോ ഒരു മനുഷ്യൻ നടന്നു വരികയാണ്. വെള്ള വസ്ത്രങ്ങൾ ധരിച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആ മനുഷ്യനെ ഇന്ന് വരെ ഒരാളും കണ്ടിട്ടില്ല. ആ മനുഷ്യനാ നാട്ടുകാരനല്ല, യാത്രക്കാരന്റെ ഒരു അടയാളവുമില്ല. ഈ മനുഷ്യൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് തന്റെ കാലിന്റെ മുട്ടുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിന്റെ മുട്ടിനോട് ചേർത്ത് വെക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലിന്റെ തുടയില് 2 കൈ കൊണ്ടടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു, നബിയേ, മനിൽ ഈമാൻ, വിശ്വാസമെന്ന് പറഞ്ഞാലെന്താ? വിശ്വാസമെന്ന് പറഞ്ഞാലെന്താ? പാതിരാത്രി ഒരുമിച്ച് കൂടി എല്ലാവർക്കും അറിയാം ഈമാൻ കാര്യങ്ങൾ 6 ഒന്ന് അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കല്, അല്ലാഹുവിന്റെ മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കല്, അന്ത്യദിനത്തിനെ കൊണ്ട് വിശ്വസിക്കല്. എന്റെ പ്രിയമുള്ളവരെ, നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നതെന്ന് വിശ്വസിക്കല്. ഈ 6 കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്റെ പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ 6 കാര്യങ്ങളിൽ 5 എണ്ണമുണ്ടല്ലോ. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ കിതാബിൽ വിശ്വാസമുണ്ട്, അല്ലാഹുവിന്റെ മുർസലീങ്ങളിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ട്. ഒരു ദിവസം ഈ പ്രപഞ്ചം തകരുമെന്ന്, ഈ പ്രപഞ്ചം തകരുമെന്ന് ഈ സദസ്സിൽ ഇരിക്കുന്ന എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ 6ാമത്തെ കാര്യമുണ്ടല്ലോ, 6ാമത്തെ കാര്യമുണ്ടല്ലോ, വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല.
മാറാത്ത ഒരു കാര്യമുണ്ടല്ലോ. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ദുഃഖവും സന്തോഷവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ വരുന്നത്. ഇത് വിശ്വസിക്കാൻ നമ്മളിൽ പലർക്കും മടിയാട്. ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും കടങ്ങളും നഷ്ടങ്ങളും പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി ജീവിതത്തിലേക്ക് ദുഃഖങ്ങൾ മാത്രം കടന്നു വരുമ്പോൾ, വീടിനകത്ത് തമ്മിലടിയാകുമ്പോ, വീട്ടിലുള്ളവര് മരണപ്പെടുമ്പോ, കച്ചവടം മുഴുവനും നഷ്ടത്തിലാകുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ പലരും പറയുന്ന ഒരു വാക്കുണ്ട്, നമുക്ക് വിശ്വസിക്കാൻ മടിയാട്, നമുക്ക് വിശ്വസിക്കാൻ മടിയാട്. ജീവിതത്തിലെ ദുഃഖങ്ങൾ മുഴുവനും കടന്നു വരുമ്പോൾ, ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കടന്നു വരുമ്പോ, രോഗങ്ങൾ പിടിക്കുമ്പോ, കടങ്ങളുണ്ടാകുമ്പോ, കച്ചവടം നഷ്ടത്തിലാകുമ്പോ, ഞാനും നിങ്ങളും ചിലപ്പോൾ പറയാറുണ്ട്, ആരോ എനിക്ക് കൂടോത്രം ചെയ്തു വെച്ചിരിക്കുകയാ, ആരോ മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുകയാണ്, ഞാൻ നശിക്കുന്നതിന് വേണ്ടി എന്റെ അയൽവാസി എന്തോ മന്ത്രവാദം ചെയ്തു വെച്ചിരിക്കുകയാ. വിശ്വസിക്കാൻ മടിയാണ്. ഇത് പടച്ചവന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇതാരോ എന്തോ ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രവാദികളുടെ മുന്നില്, ജ്യോതിശാലയങ്ങളുടെ മുന്നില്, വെറ്റ നിരത്തുന്നവന്റെ മുന്നില്, ഉസ്താദന്മാരുടെ മുന്നില്, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഓടി നടക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അത് പടച്ചവന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ, ഞാനും നിങ്ങളും ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ മലക്കിന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ തലച്ചോറിൽ ആ മലക്ക് എഴുതി വെച്ചിട്ടുണ്ട്, പൊന്നുമോനെ, നീ എത്ര വയസ്സ് വരെ ഈ ദുനിയാവിൽ ജീവിക്കും ചെറുപ്പക്കാരാ? പൊന്നുമോനെ, നിന്റെ ഭാര്യ ഇതാ, നിന്റെ ഭർത്താവിതാ, നിന്റെ മക്കളിതാ. നീ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ പോലും അല്ലാഹു പേരെഴുതി വെച്ചിരിക്കുകയാണ്. ആ മലക്ക് സർവ്വത് എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോഴ് ഈ മലക്കെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ്. ഇത്ര വയസ്സ് വരെ നീ ജീവിക്കും, ഇന്ന സ്ഥലത്ത് കിടന്ന് നീ മരണപ്പെടും, ഇന്ന സ്ഥലത്ത് നിന്നെ കബറടക്കും. മരിക്കുന്ന സമയത്ത് മുസ്ലിമായിട്ടാണോ മരിക്കുന്നത്, കാഫിറായിട്ടാണോ മരിക്കുന്നത്, എല്ലാം ഈ മലക്കെഴുതി വെച്ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ആരുടെ മുന്നിൽ ഓടി നടന്നിട്ടും കാര്യമില്ല, എവിടെയെല്ലാം പോയി പരാതി പറഞ്ഞിട്ടും കാര്യമില്ല. ഇതെല്ലാം പടച്ചവന്റെ തീരുമാനമോ. നിന്റെ ഭാവി പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല. ഈ പ്രപഞ്ചത്തിലുള്ള ഒരു ഉസ്താദിനോ, ഒരു തങ്ങൾക്കോ, ഒരു ഔലിയായിനോ, ഒരു പ്രവാചകനോ, ഒരു മനുഷ്യന്റെ ഭാവി പറയാ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ അവസാനം എടുത്തു നോക്ക്. 5 കാര്യങ്ങൾ അല്ലാഹുവല്ലാതെ ലോകത്തൊരു മനുഷ്യനും അറിയില്ല. അല്ലാഹുവിന്റെ ഈ പ്രപഞ്ചത്തില് 5 കാര്യങ്ങൾ അല്ലാഹുവിനല്ലാതെ ഒരാൾക്കും പറയാൻ കഴിയില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഏതെന്നറിയുമോ? ഈ പ്രപഞ്ചമെന്നാണ് തകരുന്നത്, ലോകം അവസാനിക്കുന്നതെന്നാണ്. ഒരു വെള്ളിയാഴ്ചയാണെന്ന് നമുക്ക് പറയാൻ കഴിയും, പക്ഷേ ഏത് വെള്ളിയാഴ്ചയാണ്, ഏത് വർഷമാണ്, ഏത് മാസമാണ് പറയാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ. ഈ പ്രപഞ്ചമെന്നാണ് തകരുന്നതെന്ന് അല്ലാഹുവിനല്ലാതെ ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല. 2, വയുനസിലുൽ ഗൈസാ. മഴയപ്പടാ പെയ്യുന്നത്, മഴയപ്പടാ പെയ്യുന്നത് അത് പടച്ചവനല്ലാതെ ഒരാൾക്കും പറയാൻ കഴിയില്ല. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറയാനല്ലാതെ ഇന്ന സമയത്ത് മഴ പെയ്യുമെന്ന് പറയാൻ ആരും കൊണ്ടും കഴിയില്ല. ഖുർആൻ മൂന്നാമതായി പറയുന്നു, വയഅലമു മാ ഫിൽ അർഹാം. ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ,
ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ, ആ കുഞ്ഞിന്റെ അവസ്ഥയെ കുറിച്ച് ഒരാൾക്കും പറയാൻ കഴിയില്ല. 4 മാസം കഴിഞ്ഞാലേ ശാസ്ത്രത്തിന് പറയാൻ കഴിയൂ. 4 മാസത്തിന് മുമ്പ് ഈ ലോകത്ത് ഒരാൾക്കും പറയാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ 4-മതായി പറയുകയാണ്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഒരു മനുഷ്യന് നാളെ എന്ത് സംഭവിക്കും, അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കും, ഒരു മനുഷ്യന്റെ ഭാവി പറയാ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല, ഒരു പ്രവാചകനെ കൊണ്ടും കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ മാത്രം അറിയുന്ന 4-മത്തെ കാര്യമാണ് വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. ഏത് ജ്യോതിശാലയത്തിന്റെ മുന്നിൽ പോയാൽ, എത്ര വലിയ കൊടും മന്ത്രവാദികളുടെ മുന്നിൽ പോയാൽ, പൊന്നുമോളെ നിനക്ക് നാളെയുണ്ടാകുന്ന ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു തരാൻ കഴിയില്ല. 5-മത്തെ കാര്യം ഏതെന്നറിയുമോ? വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. ഒരു മനുഷ്യൻ എവിടെ കിടന്നാ മരിക്കുന്നത്, ഒരു മനുഷ്യൻ എവിടെ കിടന്ന് എപ്പോഴും മരിക്കുമെന്ന് പറയാ, എവിടെ കബറടക്കുമെന്ന് പറയാ. അല്ലാഹുവിനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരാളെ കൊണ്ട് നമുക്ക് കഴിയില്ലെന്ന് ഖുർആൻ പറയുമ്പോൾ, പാതിരാത്രി കടന്നു വന്ന എന്റെ പ്രിയമുള്ളവരെ, ദുഃഖങ്ങളും ദുരിതങ്ങളും കടങ്ങളും പ്രശ്നങ്ങളും എല്ലാം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ്. അല്ലാഹു തന്നെയല്ലേ പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, അല്ലാഹു തന്നെ പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. അല്ലാഹു തന്നെ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീ. എടാ മനുഷ്യാ, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നിനക്കറിയുമോ? ഒരു തുള്ളി ബീജത്തിൽ നിന്ന് നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് നിന്നെ പരീക്ഷിക്കാനാണോ? നിന്നെ ദുനിയാവിലേക്ക് വിട്ടിരിക്കുന്നത് വെറുതെയല്ല, നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഇന്നകും ഇലൈനാ ലാ തുർജഊൻ. നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ലടാ. അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാ, അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. സ്വർഗ്ഗം നിനക്ക് വെറുതെ കിട്ടുമെന്ന് നീ കരുതുന്നോ ചെറുപ്പക്കാരാ? സ്വർഗ്ഗത്തിന് വെറുതെ അങ്ങ് പോകാമെന്ന് കരുതുന്നോ പൊന്നുമോളെ? ഇല്ല പൊന്നുമോളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അഫഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എല്ലാം അനുഭവിക്കാതെ നിനക്ക് സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. എല്ലാം അനുഭവിക്കേണ്ടി വരും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ച ദുഃഖങ്ങൾ മുഴുവനും നിനക്ക് നേരിടേണ്ടി വരും. നിന്നെ ഞാൻ സൃഷ്ടിച്ചത് പരീക്ഷിക്കാൻ വേണ്ടിയാ. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, എങ്ങനെയാണ് എന്റെ അടിമയെ ഞാൻ പരീക്ഷിക്കുന്നതെന്നറിയുവോ? പാതിരാത്രി കടന്നു വന്നങ്ങള്, പാതിരാത്രി കടന്നു വന്നവര്, ദുഃഖങ്ങളും ദുരിതങ്ങളും ജീവിതത്തിൽ കടന്നു വരുമ്പോ നീ വിചാരിക്കുന്നു എന്നോട് റബ്ബിന് ദേഷ്യമുള്ളത് കൊണ്ടാ പടച്ചവൻ എനിക്കത് തന്നതെന്ന്. അല്ല ചെറുപ്പക്കാരാ, അല്ല പെങ്ങള്, അല്ലാഹു നിനക്ക് ദുഃഖം തന്നത് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ, അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. ആ അടിമകൾക്ക് സ്വർഗം നിർബന്ധമാണ്. 30, 40, 50 കൊല്ലം അവൻ ജീവിക്കുകയാ. 30, 40, 50 കൊല്ലം ജീവിച്ചിട്ട് സ്വർഗത്തിൽ പോകാനുള്ള ഒരു അമലും ആ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ സ്വർഗം നിർബന്ധമാ. അവസാനം അല്ലാഹു അവന് സ്വർഗം കൊടുക്കാ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാഹു അവന് മാരക രോഗങ്ങൾ കൊടുക്കുകയാണ്. പടച്ചവന് ക്യാൻസർ കൊടുക്കുകയാണ്. അവന്റെ കൈകാലുകൾ മുറിച്ച്
മുറിച്ചു മാറ്റുകയാണ്, അവന്റെ മക്കളെ മരിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, നഷ്ടങ്ങളെ മാത്രം കൊടുക്കുകയാ, എല്ലാം കൊടുത്തിട്ട് അള്ളാഹു അവനെ കൊണ്ട് ശമിപ്പിക്കുകയാണ്. എന്നിട്ട് അതിനു പകരം അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു എങ്ങനെയാ പരീക്ഷിക്കുന്നതെന്നറിയുവോ? അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു പരീക്ഷിക്കുന്നത് എങ്ങനെയെന്നറിയുമോ? അതും ഖുർആൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്, അതും അല്ലാഹു തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനക്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാ വബശിരി സാബിരീൻ. അല്ലാഹ് പറയുന്നത്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണം എന്തെന്നറിയുമോ? പാതിരാത്രി ഒരുമിച്ച് കൂടിയവര്, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന പരീക്ഷണങ്ങൾ വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം കൊടുക്കുകയാ, അല്ലാഹു വിശപ്പ് കൊടുക്കുകയാ, അല്ലാഹു കഷ്ടപ്പെടുത്തുകയാ, അവന്റെ സമ്പത്തുകൾ നഷ്ടപ്പെടുത്തുകയാ, അവന്റെ കച്ചവടങ്ങൾ നഷ്ടപ്പെടുത്തുകയാ, അവന് മാരക രോഗങ്ങൾ കൊടുക്കുകയാണ്. സ്വന്തം മക്കളുടെ മയ്യത്ത് വാപ്പയെ കൊണ്ട് കുളിപ്പിക്കും, ആ വാപ്പയെ കൊണ്ട് തന്നെ പൊന്നുമക്കളുടെ മയ്യത്ത് കബറടപ്പിക്കും. എന്നിട്ട് അല്ലാഹു പരീക്ഷിക്കുമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്ന അസദ്ദന്നാസി ബലാഗാ അൽ അംബിയാ. അല്ലാഹുവിന്റെ പ്രവാചകന് പറഞ്ഞു തരികയാ, ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്, അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയെന്നറിയുവോ? അത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ ആയിരുന്നു. 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. അല്ലാഹു ഈ പ്രവാചകന്മാരെയാണ് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞതാരെന്നറിയുവോ? അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആരെയെന്നറിയുവോ? ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിച്ച പ്രവാചകൻ ഏതെന്നറിയുവോ? അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്, ഏറ്റവും കൂടുതൽ കരഞ്ഞത്, ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത്. എന്റെ പ്രിയമുള്ളവരെ, പാതിരാത്രി ഒരുമിച്ച് കൂടിയവരോട് അല്ലാഹുവിന് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹുവിന് നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, അല്ലാഹു നിനക്ക് ദുഃഖം തരുന്നത്, രോഗം തരുന്നത്, കടം തരുന്നത്, കച്ചവടം നഷ്ടത്തിലാക്കുന്നത്, നിനക്ക് പ്രയാസങ്ങൾ തരുന്നത് അല്ലാഹുവിന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വേദനിച്ചത്. എന്തുകൊണ്ടെന്നറിയുമോ? റസൂലുള്ളാഹിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, 114 സൂറത്തുകളൊന്ന് കണ്ണോടിച്ച് നോക്ക്. എല്ലാ പ്രവാചകന്മാരുടെയും പേര് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആദം നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, നൂഹ് നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, യഹ്യാ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, യാക്കൂബ് നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, സുലൈമാൻ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ഈസാ നബിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു നോക്ക്. ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ പേര് പറയുന്ന ആയത്തൊന്ന് ഓതി നോക്കണം. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ ആയത്തിലും അല്ലാഹു പേരാണ് വിളിച്ചത്. യാ ആദം എന്നാണ് വിളിച്ചത്, നൂഹേ എന്നാണ് വിളിച്ചത്, ഇബ്രാഹിം എന്നാണ് വിളിച്ചത്, യാ യഹ്യാ ഖുദിൽ കിതാബ്, യഹ്യാ നബിയുടെ പേരാണ് വിളിച്ചത്. പക്ഷേ അഷ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേര് യാ മുഹമ്മദ് എന്ന് ഖുർആനിൽ ഒരു സ്ഥലത്ത് പോലും അല്ലാഹു വിളിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പടച്ചവര്. അല്ലാഹുവിന്റെ റസൂലിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. നബിയെ, റസൂലേ, മുസമ്മിലേ, മുദ്ദസിറേ,
എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലിനെ വിളിച്ചത് അങ്ങനെയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ സ്ഥലത്തും അല്ലാഹു നബിയേ റസൂലേ റസൂലേ എന്നാ വിളിച്ചത്. കാരണം അല്ലാഹുവിന്റെ നബിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. ആ നബിയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ണീര് കുടിച്ചതെന്ന് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറഞ്ഞു തരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു കൊടുത്ത ഒന്നാമത്തെ പരീക്ഷമേതെന്നറിയുമോ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം ഭയമാണ്. എന്റെ പ്രിയമുള്ളവരെ ഭയപ്പെടുത്തുകയാ. എന്റെ റസൂലുള്ളയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകനല്ലേ ലോകത്ത് ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം എടുത്തു നോക്ക്. 13 വർഷത്തില് 13 വർഷം 23 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂല് മുസ്ലിമായതിനു ശേഷം, നുബുവത്ത് കിട്ടിയതിനു ശേഷം 23 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂല് ജീവിച്ചല്ലോ. പക്ഷേ ആ 23 വർഷത്തിൽ 13 വർഷക്കാലം ഒരു ദിവസം പോലും അല്ലാഹുവിന്റെ റസൂല് സമാധാനമായി ഉറങ്ങിയിട്ടില്ല. പേടിച്ച് പേടിച്ചാ കഴിഞ്ഞത്. മക്കക്കാരെ വല്ലാത്ത പേടിയായിരുന്നു, ശത്രുക്കളെ വല്ലാത്ത പേടിയായിരുന്നു. കാരണം എന്റെ പ്രിയമുള്ളവര്, മുസ്ലിമായതിന്റെ പേരിൽ അത്രയ്ക്കും ഉപദ്രവങ്ങളും പീഡനങ്ങളുമായിരുന്നല്ലോ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരിൽ പടച്ചവനെ ഉടുതുണി ഉരിഞ്ഞിട്ട് മരുഭൂമിയിൽ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് തന്റെ നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറുകൾ കൊണ്ട് മുസ്ലിമായതിന്റെ പേരിൽ ശത്രുക്കൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിട്ട് അതാ ബിലാൽ തങ്ങളെ ഉപദ്രവിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, വിശന്നിട്ട് വെള്ളം ദാഹിച്ചിട്ട് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ ഒട്ടകത്തിന്റെ മൂത്രമെടുത്തിട്ട് വായിലേ കുടിച്ചു കൊടുക്കുകയാ. ഒട്ടകത്തിന്റെ മൂത്രമെടുത്തിട്ട് വായിലൊടിച്ചു കൊടുക്കുകയാണ്. റബ്ബേ, ബിലാൽ തങ്ങൾ പറയുന്നുണ്ട്, വിശപ്പ് സഹിക്കുമ്പോ എനിക്ക് വിശപ്പവര് ഭക്ഷണം തരാതെ അവസാനം ഒട്ടകത്തിന് കൊടുക്കുന്ന ഭക്ഷണം പോലും ഞാൻ എടുത്ത് കടിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പീഡനമാണ്. ഈ പീഡനം അനുഭവിക്കുമ്പോഴും ബിലാൽ തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് രക്ഷിക്കുമോ നബിയേ, എന്നെ ഒന്ന് രക്ഷിക്കുമോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ മിണ്ടാതെ നടന്നു പോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രം എടുത്തു നോക്കൂ. എന്തിന് അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, സഹാബത്തിന്റെ കാര്യം പറയണ്ടല്ലോ. മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് മുഴുവനും ശത്രുക്കൾ ആയുധം പിടിച്ചുകൊണ്ട് വളഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്ത് കിടക്കുകയാണ്. ശത്രുക്കൾ മുഴുവനും തന്റെ വീട് വളഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന് കടന്ന സ്ഥലത്ത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വിരിപ്പിൽ പിടിച്ച് കിടത്തിയിട്ട് ഖുർആനിലെ സൂറത്ത് യാസീനിലെ ഒരു ആയത്ത് ഓതിയിട്ട് ഒരു പിടി മണ്ണെടുത്ത് വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ മുന്നിലിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി പോവുകയാ. അല്ലാഹുവേ, നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ തോളിലേക്ക് കേറി നബിയേ, എന്റെ തോളിലേക്ക് കേറി നബിയേ. ഈ മരുഭൂമിയിലൂടെ നടന്നു പോയാൽ ശത്രുക്കള് നമ്മുടെ കാൽപാടുകൾ പിന്തുടർന്നു വന്ന് നമ്മളെ പിടിക്കും നബിയേ, എന്റെ തോളിൽ കേറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ തോളിലെടുത്ത് വെച്ചിട്ട് ചരിത്രം പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനെ ചുമലിലെടുത്ത് വെച്ചിട്ട് നടന്നത് എങ്ങനെയെന്നറിയുമോ? നമ്മൾ നടക്കുന്നത് പോലെയല്ല. ഒരു കാലിങ്ങനെ വെക്കും, രണ്ടാമത്തെ കാല് വിപരീതം വെക്കും. ഒരു കാലിങ്ങനെ വെക്കും, രണ്ടാമത്തെ കാല് വിപരീതം വെക്കും. ഇതുപോലെ റസൂലുള്ളാഹിന്റെ തോളിൽ വെച്ചിട്ട് നടന്നു പോവുകയാ. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിയുമ്പോ റസൂലുള്ളാഹിന്റെ തോളിൽ വെച്ചിട്ട് തിരിച്ച് നടക്കുകയാണ്. കാരണം കാൽ
കാൽപാദം മായിച്ചു കളയുകയോ, കാലിന്റെ അടയാളങ്ങൾ മായിച്ചു കളയുകയോ. ഇതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനെ കൊണ്ടുപോയി സൗർ ഗുഹയ്ക്കകത്ത് 3 ദിവസത്തോളം അള്ളാന്റെ റസൂല് വിശപ്പ് സഹിച്ചിട്ട് അതിനകത്ത് പട്ടിണി കിടന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി കടന്നു വന്നവര് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം പേടിയോ, ഭയം കൊടുത്ത് പരീക്ഷിക്കുകയോ. അത് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണല്ലോ, അന്ത്യദിനത്തിലെ വിശ്വസിക്കുന്നവരാണല്ലോ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മുടെ രാജ്യം ആര് ഭരിക്കട്ടെ, ശത്രുക്കളെ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ തിരിയട്ടെ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മൾ മരണവും കാത്തിരിക്കുന്നവരല്ലേ. ബാങ്കും വിളിച്ചു ഇഖാമത്തും കൊടുത്തു കളഞ്ഞു, ഇനി ഇമാമ് കേറി നിൽക്കുന്ന സമയമല്ലേ. എന്റെ പ്രിയമുള്ളവരെ, കോതമംഗലത്തിലേക്ക് പോകാൻ, ചെറുവട്ടൂരിലേക്ക് പോകാ, ബസും കാത്ത് റോഡിൽ നിൽക്കുന്ന ഞാൻ നിങ്ങളും ആരെ ഭയപ്പെടാനോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരുത്തരെയും പേടിക്കാൻ പാടില്ല. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. ആരൊക്കെ നമുക്ക് എതിരെ തിരിഞ്ഞാലും നമുക്കൊന്നുമില്ല. നമ്മൾ ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ, നമ്മൾ ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ. അസ്രായീൽ എപ്പോഴാണ് വരുന്നത്? ആ വരുന്ന സമയത്ത് നടുറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് ചത്തുപോയാൽ, എന്റെ പ്രിയമുള്ളവരെ, ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ട് റോഡിൽ കിടന്ന് മരിച്ചാൽ, ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കാത്തിരിക്കുന്ന മുസ്ലിമീങ്ങളല്ലേ. നമ്മൾ ആരെയാ ഭയപ്പെടുന്നത്? എന്റെ പ്രിയമുള്ളവര്, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ അടിയിൽ 5 നേരം നിസ്കരിച്ച് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ഈ ചെറുവട്ടൂരിലെ ഒരു പാവപ്പെട്ടവന്റെ കാലിന്റെ അടിയിൽ ഒരു പിടി മണ്ണിന് ആറ്റം ബോംബിനെക്കാല് പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബല്ലേ നമ്മുടെ കൂടെ. നമ്മൾ ആരെയാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയോ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം പേടിയാണ്. അള്ളാഹു പേടി കൊടുത്ത് പരീക്ഷിക്കും. എന്റെ പ്രിയമുള്ളവരെ, തകരണ്ട, നമ്മൾ ഒരിക്കലും പതറണ്ട. അള്ളാന്റെ റസൂലാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിച്ചത്. ഖുർആൻ രണ്ടാമതായി പറയുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ചവൻ കൊടുക്കുന്ന രണ്ടാമത്തെ പരീക്ഷണം ഏതെന്നറിയുവോ? വൽജൂ, വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുകയാ, വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരാ? അല്ലാഹുവേ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നതാരെന്നറിയുവോ? അത് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. അല്ലാഹുവേ, ശൈബ് അബീ താലിബ്, അല്ലാഹുവിന്റെ റസൂലും തന്റെ കുടുംബക്കാർ, തന്റെ സ്വഹാബത്തും അല്ലാഹുവേ 2 മലഞ്ചരിവിനിടയിൽ കിടന്നത് 1 കൊല്ലമല്ല, 2 കൊല്ലമല്ല, 3 വർഷമാണ്. 3 വർഷക്കാലമല്ലേ പട്ടിണി കിടന്നത്. വിശപ്പ് സഹിക്കാൻ കഴിയാതെ പച്ചിലർ പറിച്ചു തിന്നുകയാണ്. വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ച് തിന്നിട്ട് ആട് കാസിക്കുന്നത് പോലെ കാസിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുണ്ടല്ലോ, ആ ആട് കാസിക്കുന്നത് പോലെ റസൂലുള്ളാഹിയും തന്റെ സ്വഹാബത്തും ഇല പറിച്ച് തിന്നിട്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇല പറിച്ച് തിന്നിട്ട് അള്ളാന്റെ റസൂലും സഹാബത്തും ആട് കാസിക്കുന്നത് പോലെ കാസിക്കുകയാ. സഹാബത്ത് പറയുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ റബ്ബേ, ഇലയുടെ മുകളിലൂടെ നടന്നു പോകുന്ന പുഴുക്കളെ പോലും ഞങ്ങൾ കണ്ണടച്ചിട്ട് പിടിച്ച് തിന്നിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പട്ടിണിയായിരുന്നല്ലോ. മഹാനായ റസൂലുള്ളാഹി തങ്ങളുണ്ടല്ലോ, തന്റെ അനുചരന്മാര് മുഴുവനും വയറ്റത്ത് 1 കല്ല് വെച്ച് കെട്ടിയിട്ട് നടക്കുമ്പോ റസൂലുള്ള 2 കല്ലല്ലേ കെട്ടിവെച്ചിട്ട് നടന്നത്. ഇതൊക്കെ വളർന്നു വരുന്ന യുവതലമുറയോട് പറഞ്ഞു കൊടുത്താ നമ്മുടെ മക്കള് ചോദിക്കും, ഉസ്താദേ, വിശപ്പ് മാറാൻ കല്ല് കെട്ടിയാ മതിയോ?
താമസിക്കോ? വയറ്റത്ത് കല്ല് കെട്ടികെട്ട് നടന്ന വിശപ്പ് മാറുവോ? നമ്മുടെ മക്കൾ ഇങ്ങനെ ചോദിക്കുന്നവരാ. ഇതൊക്കെ വിശ്വസിക്കാൻ മടിയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂല് വിശന്ന് വലഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറി വരികയാണ്. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ വിശക്കുന്നു, ആയിഷ വിശക്കുന്നു, ആയിഷ എനിക്ക് വല്ലതുമൊന്ന് തിന്നാൻ തരുമോ ആയിഷ? വിശക്കുന്നു വയറോടെ വീട്ടിൽ കയറി വന്ന് ഭർത്താവ് ഭക്ഷണം ചോദിക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല നിന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കാൻ പച്ചവെള്ളം പോലും വീടിനകത്തില്ല. അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കാൻ പച്ചവെള്ളം പോലും വീടിനകത്തില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല കരയുമ്പോ അല്ലാഹുവിന്റെ റസൂല് കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് പറയുന്നു, ആയിഷ കരയല്ലേ ആയിഷ, കരയല്ലേ ആയിഷ, ഭക്ഷണമില്ലെങ്കിൽ കുഴപ്പമില്ല ആയിഷ, ഇന്ന് ഞാൻ സുന്നത്ത് നോമ്പ് പിടിച്ചുകൊള്ളാം ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. വഫാത്താകുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുന്നതിന്റെ, എന്റെ പ്രിയമുള്ളവരെ, റബീഉൽ അവ്വൽ 11-ാം തീയതി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. വൈകുന്നേര സമയമായി വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് രോഗം പിടിച്ച് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ ആയിഷ ബീവി മിണ്ടാതെ മാറി നിൽക്കുകയാ. കാരണം വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണ വീടിനകത്തില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, വഫാത്താകുന്നതിന്റെ തലേ ദിവസം, എന്റെ മുസ്ലിമല്ല അല്ലാഹുവേ പടച്ചവരെ, അധികാരം കയ്യിൽ കിട്ടിയിരുന്ന സമയമാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്കി ഒഴിക്കാനുള്ള എണ്ണയില്ല. എണ്ണയില്ലെന്ന് പ്രവാചകനോട് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീവി മിണ്ടാതെ മാറി നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കുറെ കഴിഞ്ഞിട്ട് പിന്നെയും ചോദിക്കുന്നു, ആയിഷ എന്തേ ആയിഷ വിളക്ക് കത്തിക്കാത്തത്? കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയില്ല നബിയേ, വിളക്കിൽ ഒഴിക്കാനുള്ള എണ്ണയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, പഠിക്ക്. നമ്മുടെ മക്കൾക്ക് ഒരു നേരമെങ്കിലും പട്ടിണി ഇരിക്കാൻ അറിയുമോ? നമ്മുടെ മക്കൾക്ക് ഒരു നേരമെങ്കിലും കൃത്യമായി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മക്കള് ചോദിച്ചിട്ട് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്തെല്ലാം പറയും? വാശി പിടിക്കുമല്ലോ, ചൂടാകുമല്ലോ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് എങ്ങനെയായിരുന്നെന്നറിയുമോ? ആയിഷ ബീവി പറയുന്നുണ്ട്, ആയിഷ ബീവി പറയുന്നുണ്ട്, എന്റെ വീട്ടിലെങ്ങാണ് ലൗകാന ഇന്ധനാ ദുഹിനൻ, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ, എന്റെ വീട്ടിലെങ്ങാണം വിളക്കിലൊഴിക്കുന്ന എണ്ണയുണ്ടായിരുന്നെങ്കിൽ വിശപ്പ് കാരണം ഞാനതെടുത്ത് കുടിക്കുമായിരുന്നു എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, പഠിക്കു പൊന്നുമോള്. നിന്റെ ഉപ്പ ഒരുപാട് പട്ടിണി കിടത്തിയിട്ട് നിന്നെ പോറ്റി വളർത്തിയതാ. ഇന്ന് നീ മറന്നുപോയല്ലോ. ഇന്ന് നമ്മൾ പലരും അത് മറന്നുപോയല്ലോ. മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുടെ ജീവിതം എങ്ങനെയെന്നറിയുമോ? ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചിലാണ്. തന്റെ പൊന്നുമോളുടെ വീടിനകത്ത് കടന്ന് രണ്ട് മക്കളും കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്ത് കടന്നു ചെല്ലുമ്പോ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ട് കുഞ്ഞുങ്ങൾ കിടന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് സഹാബത്തിന്റെ മുന്നിലേക്ക് കടക്കുകയാണ്. പിന്നെയും വീടിനകത്ത് കരച്ചലാണ്. അപ്പോഴും വിളിച്ചു പറഞ്ഞു, ഫാത്തിമ മക്കൾക്ക് പാല് കൊടുക്കുമോള്. രണ്ടാമതും വിളിച്ചു പറഞ്ഞു, മൂന്നാമതും വിളിച്ചു പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞു
പറഞ്ഞിട്ടും മക്കള് കിടന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂലിന് ദേഷ്യം വന്നു. അള്ളാന്റെ റസൂല് വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് അവിടെന്ന് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ഈ മക്കള് വിശന്ന് കരഞ്ഞിട്ട് നീ എന്തേ പാല് കൊടുക്കാത്തത്? നിനക്ക് കരുണയില്ലേ ഫാത്തിമ? നിനക്ക് ദയയില്ലേ ഫാത്തിമ? നിന്റെ മക്കള് കിടന്ന് കരഞ്ഞിട്ട് പാല് കൊടുക്കാത്തത് എന്ത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോട് ചോദിക്കുമ്പോ അള്ളാഹുവേ, ഫാത്തിമ ബീബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തേങ്ങി തേങ്ങി കരയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീബി ഇരുന്ന് പൊട്ടിക്കരയുകയാണ്. തന്റെ പൊന്നുമോട് കരയുന്നത് കണ്ടപ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, സഹിക്കാൻ കഴിഞ്ഞില്ല. കരളിന്റെ കഷ്ടമല്ലേ. പൊന്നുമോട് കരയുന്നത് കണ്ടപ്പോൾ അടുത്ത് ചെന്നിട്ട് റസൂലുള്ള ചോദിക്കുന്നു, മാ തബ്കീകി യാ ഫാത്തിമ, എന്തേ പൊന്നുമോളെ കരയുന്നത്? എന്തേ പൊന്നുമോളെ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീബി പറയുന്നു, വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. എന്റെ മക്കള് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോൾ, എന്റെ മക്കള് പാലിന് വേണ്ടി കിടന്ന് കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിൽ വെച്ച് കൊടുത്തു. എന്റെ മക്കള് പാല് ചുരത്തിയിട്ട് പാല് കിട്ടാതെ വന്നപ്പോ എന്റെ മാറിടത്തിൽ കടിച്ചിട്ട് എന്റെ മാറിടത്തിലൂടെ രക്തം വരുന്നു. ചിന്തിക്കു കുഞ്ഞുമോളെ, പാല് കൊടുക്കുന്ന മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരികയാ. പട്ടിണി കിടന്നിട്ട് രക്തം വരികയാ. ഫാത്തിമ ബീബി തളർന്നിരുന്നു കൊണ്ട് റസൂലുള്ളയോട് കരഞ്ഞുകൊണ്ട് പരാതി പറയുമ്പോ, തന്റെ പൊന്നുമോളാണല്ലോ, തന്റെ പൊന്നുമോളാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ. തല പോലും ഉയർത്തുന്നില്ല, തല പോലും ഉയർത്തുന്നില്ല. താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി നടക്കുകയാ. ഒരുപാട് കിലോമീറ്ററുകളോളം നടക്കുകയാണ്. റസൂലുള്ള മരുഭൂമിയിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുകയാ. നടന്നൊരു ഈന്തപ്പന തോട്ടത്തിന്റെ മുന്നിലെത്തി. അല്ലാഹുവേ, ഒരു അറാബിയുടെ ഈന്തപ്പന തോട്ടമാണ്, ഒരു അറാബിയായ മനുഷ്യന്റെ തോട്ടമാണ്. ആ മനുഷ്യൻ അറിയില്ല ഈ വരുന്നത് അല്ലാഹുവിന്റെ റസൂലാണെന്ന്. ആ മനുഷ്യനറിയില്ല. ആ മനുഷ്യൻ ഇന്ന് വരെ നബിയെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഈന്തപ്പന തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ അറാബിയോട് ചോദിക്കുന്നു, മനുഷ്യ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആരാ ചോദിക്കുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ മദീനയുടെ രാജകുമാരനുണ്ടല്ലോ, നമ്മുടെ പ്രവാചകൻ ചെന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? യഹൂദി പറയുകയാ, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് ഈ കാണുന്ന മരങ്ങൾ നനച്ചാ ഒരു തൊട്ടി വെള്ളത്തിന് പകരം 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് ജോലി കിട്ടിയ സന്തോഷത്തോട് പ്രവാചകനെ തൊട്ടിയം കയറെടുത്തുകൊണ്ട് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വെള്ളം കോരുകയാ. ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് എല്ലാ മരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കുകയാണ്. രണ്ടാമതും വെള്ളം കോരി, മൂന്നാമതും വെള്ളം കോരി. സുബ്ഹാനല്ലാഹ്, നാലാമത് വെള്ളം കോരാ. തൊട്ടിയും കയറുമെടുത്ത് കിണറ്റിലേക്കിടുമ്പോൾ, തൊട്ടിയും കയറുമെടുത്ത് കിണറ്റിലേക്കിടുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ, റസൂലുള്ള നാലാമതും തൊട്ടിയെടുത്ത് കിണറ്റിലിടുമ്പോ കയറടിഞ്ഞിട്ട് തൊട്ടി വെള്ളത്തിൽ വീഴുകയാ. കയറടിഞ്ഞു പോയി, തൊട്ടി വെള്ളത്തിൽ വീഴുകയാ. യഹൂദി കിടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തടിക്കുകയാ. കിണറ്റിൽ തൊട്ടിയിട്ടതിന്റെ ദേഷ്യത്തില് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്താനടിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലൊന്നും മിണ്ടിയില്ല, പ്രവാചകനൊന്നും മിണ്ടിയില്ല. കിണറ്റിനകത്ത് വീണ തൊട്ടിയെടുക്കുകയാ. റസൂലുള്ള കിണറ്റിനകത്ത് വീണ തൊട്ടിയെടുത്തു. എന്നിട്ട് അറാബിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ചോദിക്കുന്നു, മനുഷ്യ, 3 തൊട്ടി വെള്ളം ഞാൻ കോരിയല്ലോ, എന്റെ കൂലിയൊന്നു തരുവോ? അല്ലാഹുവിന്റെ റസൂല് ദേഷ്യപ്പെട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച്, എന്റെ കൂലിയൊന്നു തരുവോ? 9 കാരക്കയെടുത്ത് യഹൂദി
ഊതി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. റസൂലുള്ളാഹിന്റെ പുഞ്ചിരിയാണ്. അല്ലാഹുവേ, അടിച്ച മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂലുള്ള ചിരിക്കുകയാണ്. അതാ 9 കാരക്കയും കയ്യിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ഓടുകയാ. ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഓടി തന്റെ പൊന്നുമോള് ഫാത്തിമ ബീവിയുടെ വീടിനകത്തേക്ക് ഓടിച്ചെന്നിട്ട് വിശന്ന് തളർന്നു കിടക്കുന്ന 2 മക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കാരക്കയെടുത്ത് മക്കളുടെ വായിൽ വെച്ച് കൊടുക്കുകയാ. അല്ലാഹുവേ, ആ മക്കള് വളരെ ആഗ്രഹത്തോടെ അത് തിന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ മാറിടത്തിലൂടെ പട്ടിണി ഇരുന്നിട്ട് പാലിന് പകരം രക്തമൊലിപ്പിച്ചുകൊണ്ട് വീടിനകത്തിരുന്ന് കരഞ്ഞ പൊന്നുമോള് ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂൽ അടുത്ത് വിളിച്ചിട്ട് ഈത്തപ്പഴമെടുത്ത് തന്റെ കയ്യിൽ കൊടുക്കുമ്പോ ഫാത്തിമ ബീവി നോക്കുമ്പോ റസൂലുള്ളാഹിന്റെ മുഖം ചുമന്ന് കിടക്കുകയാ. പ്രവാചകന്റെ മുഖം ചുമന്ന് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോള് കാണാതിരിക്കാൻ ഇങ്ങനെ മറച്ചു പിടിക്കുകയാ. ഫാത്തിമ ബീവി ഉപ്പാന്റെ മുഖം ചുമന്ന് കിടക്കുമ്പോ അവിടുന്ന് ചോദിച്ചു, വാപ്പാ, ഉപ്പാനെ ആരാടിച്ചത്? കൈയുടെ പാടുണ്ടല്ലോ, കൈയുടെ വിരലുകൾക്കിലെ പാടല്ലാന്റെ റസൂലിന്റെ മുഖത്ത് കിടക്കുകയാ. ഫാത്തിമ ചോദിച്ചു, ഉപ്പാരാ ഉപ്പാനെ തല്ലിയത്? ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ റസൂലുള്ള നടന്ന സംഭവം പറയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് വീടിനകത്തിരുന്ന് കരയുമ്പോ വാപ്പ തന്റെ പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു, ഫാത്തിമ, നമ്മുടെ മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കു ഫാത്തിമ, നിന്റെ മക്കളുടെ മുഖത്തേക്കൊന്ന് നോക്കു ഫാത്തിമ. ഭക്ഷണം കിട്ടിയ സന്തോഷത്തോടെ ആ കുഞ്ഞുങ്ങളുടെ ചിരിയൊന്നു നോക്കു ഫാത്തിമ. എന്റെ പ്രിയമുള്ളവര്, ഈ റസൂലുള്ള വയറ്റിലെ കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോകുമ്പോ ജിബ്രീൽ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? എന്തിനാ ഇങ്ങനെ വിശന്ന് നടക്കുന്നത്? വയറ്റില് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടക്കുന്നത് കാണാൻ കഴിയുന്നില്ല നബിയേ, ഒന്ന് അനുവാദം തരുമോ? ഈ കാണുന്ന ഉഹദ് മല ഞാൻ സ്വർണമാക്കി തരാ നബിയേ. എവിടെ പോയാലും കൂടെ വരും നബിയേ, എവിടെ പോയാലും കൂടെ വരും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജിബ്രീൽ, എനിക്ക് പണം വേണ്ട ജിബ്രീൽ, എനിക്ക് സമ്പത്ത് വേണ്ട ജിബ്രീൽ, എനിക്ക് സ്വർണ്ണക്കെട്ട വേണ്ട ജിബ്രീൽ, എനിക്ക് പാവപ്പെട്ടവനെ പോലെ ജീവിച്ച് പാവപ്പെട്ടവനെ പോലെ വഫാത്തായി നാളെ പാവപ്പെട്ടവരുടെ കൂട്ടത്തില് പടച്ചവന്റെ കോടതിയിൽ ഒരുമിച്ച് കൂടണം ജിബ്രീൽ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട്, എന്റെ പ്രിയമുള്ളവരെ, പട്ടിണി കടന്നു വരുമ്പോ പൈസ നിരോധിച്ചപ്പോ എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും പ്രയാസത്തിലാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹ് ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് കൊടുക്കുന്ന 2ാമത്തെ പരീക്ഷണം വൽജൂ. അല്ലാഹു അവന് വിശപ്പ് കൊടുത്ത് പരീക്ഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കൂടുതൽ പട്ടിണി കടന്നത് മഹാനായ അഷ്റഫുൽ ഖൽഖി നബി